ഹലോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ നമ്മളെ പ്രീ വെഡ് ഷൂട്ട് വരുന്നത് കോഴിക്കോട് ഗുജറാത്ത് സ്ട്രീറ്റിലാട്ടോ. അപ്പോൾ നമ്മൾ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൻ്റെ ആയിക്കൂടെയാണ് അങ്ങനെ ആ റോഡിന് അങ്ങനെ അങ്ങോട്ട് കയറിയിട്ടാണ് ഗുജറാത്തി സ്ട്രീറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെ കപ്പിൾ നമ്മളെ കൂടുതൽ ഇങ്ങനെ വരുന്നുണ്ട്. അവരുടെ കൂടുതൽ അവരൊരു അനിയത്തിയുണ്ട് കൂടുതൽ. അപ്പോൾ ഞാനിതങ്ങനെ നമ്മൾ ലൊക്കേഷൻ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ ഗുജറാത്തി സ്ട്രീറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാറ്. നമ്മളെപ്പോഴും ഒരേപോലെ തന്നെ എടുക്കാറില്ല. ഓരോന്നും ഓരോ ഡ്രസ്സിനനുസരിച്ച് നമ്മൾ ചേഞ്ചാക്കി ലൊക്കേഷൻ മാറ്റിക്കൊണ്ടിരിക്കും. എന്നാലും പെട്ടെന്ന് വേണം, വലിയ ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഗുജറാത്ത് സ്ട്രീറ്റിലേക്കായിട്ട് പോവുക. അവിടെയാണ് മെയിൻ ഷൂട്ട് നടക്കുക. കാരണം വെച്ചാൽ നമുക്ക് അത്രയും എളുപ്പത്തിൽ പോയെടുക്കാനും അത്രയും എന്താ പറയുക ഓവർ പബ്ലിക് ഇല്ലാത്തൊരു സ്ഥലവും ഗുജറാത്ത് സ്ട്രീറ്റാണ്. നമുക്ക് മെയിനായിട്ട് ഫോട്ടോഗ്രാഫേഴ്സിന് അർജൻറ്റായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സ്പോട്ടും ഗുജറാത്ത് സ്ട്രീറ്റാട്ടോ. നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. അത്യാവശ്യം നല്ല വിൻറ്റേജ് ലുക്കുള്ള സ്ഥലങ്ങളും ഉണ്ട് ഗുജറാത്ത് സ്ട്രീറ്റിൽ കേട്ടോ. അപ്പോൾ നമ്മളെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഒരു പൂച്ച നമ്മളിങ്ങനെ ഷൂട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നുണ്ട്. ആളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളെ ഷൂട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയിട്ട് ആൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഓരോ ഭാഗത്തു നിന്നും ഇങ്ങനെ സെറ്റായിട്ട് കപ്പിൾസിനെ വെച്ചിട്ട് ഓരോ ടൈപ്പിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ആയിട്ട് എത്തിയത്. നമ്മളൊരു 7 മണിയാകുമ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഉച്ച വെയിലാകുമ്പോഴേക്കും നമുക്ക് ഷൂട്ട് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നേരത്തെ എത്തിയത് ആ ഒരു കാരണത്താലാണ്. നമ്മൾ ഓരോരോ ഭാഗത്ത് വെച്ച് നമ്മളിങ്ങനെ ഷൂട്ട് ഇങ്ങനെ സെറ്റായിട്ട് പോകുന്നുണ്ട്. ഓരോരോ ഭാഗത്തും നല്ല അടിപൊളിയായിട്ട് നല്ല പെയിൻറ്റിങ്ങും നല്ല ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഭാഗങ്ങളാട്ടോ ഈ ഗുജറാത്തി സ്ട്രീറ്റിലുള്ളത്. ഓരോരോ ഭാഗങ്ങളും നല്ല വ്യത്യസ്തമായിട്ട് പല വിധത്തിലും പല ടൈപ്പിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്പോട്ടാണ് ഈ പറഞ്ഞ പോലെ. കോഴിക്കോടിൽ ബെറ്റർ ആയിട്ടുള്ള സ്പോട്ടാണ് ഗുജറാത്തി സ്ട്രീറ്റ്. ഒരു 80% ഫോട്ടോഗ്രാഫർമാരും വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ്. എന്നുവെച്ചാൽ ബീച്ചിലൊക്കെ നല്ല വെയിലാകുമ്പോഴും ഗുജറാത്തി സ്ട്രീറ്റിൽ അത്രയ്ക്ക് വെയിലുണ്ടാവാറില്ല. അപ്പം ഗുജറാത്തി സ്ട്രീറ്റിൽ നമ്മൾ ഗുദാമിൻ്റെ അടുത്താട്ടോ. ഗുദാമിൻ്റെ അടുത്താണ് മെയിൻ സ്പോട്ട് വരുന്നത് നമുക്ക്. കാരണം വെച്ചാൽ മെയിൻ അത്യാവശ്യം നല്ലൊരു വിൻറ്റേജ് ലുക്കിലും നല്ല കിടലിനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ഗുദാമിൻ്റെ മുൻഭാഗത്ത് ഡോറിൻ്റെ അടുത്താണ്. നമ്മൾ അവിടെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഓരോരോ പോസിങ് നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അതേപോലെ തന്നെ അവരെ കൊണ്ട് സെറ്റായിട്ട് നമ്മൾ നല്ല നീറ്റായിട്ട് പറഞ്ഞു കൊടുത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനനുസരിച്ചുള്ള ഔട്ടും കിട്ടുന്നുണ്ട്. നല്ല കിടലിനായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നല്ല ടൈം എടുത്തിട്ട് നമ്മളെല്ലാതും നല്ല കിടലിനായിട്ട് ടൈം എടുത്തിട്ട്. കാരണം വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അയ്യോ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് നമ്മളത് ക്ലയൻറ്റിന് ആ സ്പോട്ടിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സംഗതി അവരും കൂടെ ഓക്കെ ആണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ അവർക്കും കാണിച്ചു കൊടുത്തു. നമ്മളെല്ലാ മുക്കും മൂലയിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം നമ്മൾ വിട്ടിട്ടില്ല. എല്ലാ ഭാഗവും നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നമ്മൾ ഡാറ്റ എടുത്തിട്ടുണ്ട്. സേവ് ഡേറ്റ് ഷൂട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കല്യാണത്തിൻ്റെ ഒരു 2 വീക്ക് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് എല്ലാ ഭാഗവും അപ്പോഴേക്കൊക്കെ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെയിൽ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഓവറായിട്ട് കണ്ണു തുറക്കാൻ പറ്റില്ല. നല്ല വെയിലാണ്. ഇപ്പോഴത്തെ വെയിലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള വെയിലാണ്. നമ്മൾ ഓരോരോ സ്പോട്ടിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ഗേറ്റിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് നമ്മൾ നല്ല കിടലനായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ ഭാഗത്തും. കാരണം നമ്മളൊരു ഞായറാഴ്ച നേരത്തെ പോയതുകൊണ്ട് തന്നെ അധികം ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ ഷോപ്പിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ അങ്ങനത്തെ ഒരു വിഷയമില്ല. കാരണം വെച്ചാൽ എല്ലാ ഷോപ്പിൻ്റെ മുന്നിലും നമുക്ക് ഷൂട്ട് ചെയ്യാം. എല്ലാവരും നല്ല സഹകരണമുള്ള ടീംസാണ്. ഗുജറാത്തി സ്ട്രീറ്റിൽ എന്ന് പറയുമ്പോൾ പൊതുവേ അത്യാവശ്യം നല്ല ഷൂട്ട് നടക്കുന്നൊരു ഏരിയ കേട്ടോ. നല്ല ഒരു വർക്കിൻ്റെയൊക്കെ സീസണാണ്, കല്യാണത്തിൻ്റെയൊക്കെ സീസണാണെങ്കിൽ അത്യാവശ്യം നല്ല ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ഗുജറാത്തി സ്ട്രീറ്റ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഓവർ ലോങ് ഇല്ലാത്തൊരു ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗുജറാത്തി സ്ട്രീറ്റിലാട്ടോ നമ്മൾ പോവുക. അപ്പോൾ ഇനി മോഡലിംഗ് ഷൂട്ടാണെങ്കിലും വെഡ്ഡിങ് ഷൂട്ടാണെങ്കിലും ഏത് ടൈപ്പ് ഷൂട്ടാണെങ്കിലും നമ്മൾ ആദ്യം ചെല്ലുക ഗുജറാത്തി സ്ട്രീറ്റിലേക്കാട്ടോ. ഒന്നാമെന്ന് വെച്ചാൽ അവിടുത്തെ ആംബിയൻസ് അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ്. അതുപോലത്തെ ഒരു ആംബിയൻസ് അത്രയ്ക്കും പബ്ലിക് ഇല്ലാത്തൊരു ആംബിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. നമ്മൾക്ക് കോഴിക്കോട് അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്നൊരു സ്പോട്ടും അതാണ്. അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് നമ്മൾ അവിടുത്തെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ പാക്കപ്പ് ചെയ്ത് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു കേട്ടോ.